ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അംജ ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് സ്പ്രിംഗ് വേ എന്നും സ്പ്രിംഗ് വേയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നും വർക്ക് ചെയ്ത് എങ്ങനെ ഏണിങ്സ് നേടാമെന്നുമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് എൻ്റെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. യൂസർ ഐ ഡിയും നമ്മളുടെ പാസ്വേഡും അതിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു ജെനുവിനായിട്ടുള്ള ഓൺലൈൻ വർക്കാണ്. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവാണ്. മൈ പ്രൊഫൈൽ, മൈ ടീം, മൈ ഇൻകം, മൈ റാങ്ക്, മൈ പ്രൊഡക്റ്റ്, റെഫറലിലേക്ക് ഒരുപാട് ഓപ്ഷനുകളിൽ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈ ടീം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 13 പേര് എൻ്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. അതിൽ ചില അക്കൗണ്ടുകളൊന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ ഞാൻ ആക്റ്റീവായ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അവരുടെ താഴെ വന്നവരൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതിലും ചില പേര് ആക്റ്റീവാണ്, ചില പേർ ഇന്നാക്റ്റീവാണ്. ഇപ്പം നമ്മുടെ താഴെ ആരൊക്കെ വന്നാലും നമ്മൾക്ക് നോക്കാനും അവരുടെ ഏണിങ്സ് അറിയാനും ഒക്കെ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് പറ്റും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ മൈ റാങ്ക് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ റാങ്ക് പൊസിഷൻ ഇപ്പോൾ ട്രെയിനർ എന്നുള്ള സെക്ഷനിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇൻകത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഡെയിലി ഇൻകം, ലെവൽ ഇൻകം, മന്ത്ലി ഇൻകം. മന്ത്ലി ഇൻകം നമുക്ക് 30,000 ആയാലാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ഇൻകം 300ഉം ലെവൽ ഇൻകം 300 ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മളിതിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കമ്പനി തരുന്ന പരസ്യങ്ങൾ നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കുക. നമ്മളുടെ മെയിൻ ഗ്രൂപ്പുകളുണ്ട്, അതിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര സ്റ്റാറ്റസ് വെച്ചു എന്നുള്ളത്, ഇത്ര വ്യൂവേഴ്സ് വേണമെന്നില്ല, നമ്മൾ സ്റ്റാറ്റസ് വെച്ചു എന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മുടെ സ്പ്രിംഗ് വേയിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. 10 മണിച്ചെടി വളർത്തിയിട്ട് നമ്മൾക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ കിലോയ്ക്ക് 300 വെച്ച് നമ്മൾക്ക് കിട്ടും. അതേപോലെ നമുക്ക് സ്പ്രിംഗ് വേയിൽ നിന്ന് തരുന്ന പച്ചക്കറി വിത്ത് ഉപയോഗിച്ച് വീട്ടിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. അതേപോലെ നമ്മളുടെ മെയിൻ ടാസ്ക് എന്തെന്നാൽ നമ്മൾ ഓരോ റാങ്കും അച്ചീവ് ചെയ്യണം. ഇതിൽ യാതൊരുവിധ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യണം. കമ്പനി തരുന്ന പരസ്യങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുക, എന്നിട്ട് നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുക്കുക. ഇത്രയോ വേണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സ്റ്റാറ്റസ് വെച്ചത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഡെയിലി ഏണിങ്സ് കിട്ടുക എന്ന്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ കമ്പനിക്ക് അത് ഒരുപാട് പ്രൊമോഷനാണ് കിട്ടുക. അതുമൂലം അവരുടെ പരസ്യങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തും. അങ്ങനെയാണ് നമ്മൾക്ക് സാലറി കിട്ടുന്നത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കൂടി ഞാൻ പറയുന്നതായി വ്യക്തമായി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിലെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യേണ്ടതെന്നും. ആദ്യം പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും നമ്മൾ ചെയ്യണ്ട. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സോണൽ മാനേജർ റാങ്കിലേക്ക് എത്തുക എന്നതും എങ്ങനെയാണ് ഏണിങ്സ് അച്ചീവ് ചെയ്യുക എന്നതുമൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനും ശ്രദ്ധിക്കുമല്ലോ.